പവിത്രത്തിന്റെ അപ്കമിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരമവും ഗുണ്ടകളും വിക്രമിനെ ആക്രമിക്കാനായി പദ്ധതിയിടുന്നു. വിക്രമും കൂട്ടുകാരും റോഡ് സൈഡിൽ വണ്ടി നിർത്തിക്കൊണ്ട് സംസാരിച്ചു നിൽക്കുന്നു. വിക്രമിന്റെ തൊട്ടരികിലൂടെ കുറച്ച് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ വരിവരിയായി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ നിന്നും നടന്നു വരുന്നു. അക്കൂട്ടത്തിൽ വിക്രമിന്റെ മകൾ സുഡർ ഉണ്ട്. വടിവാളുമായി വിക്രമിന്റെ അടുത്തേക്ക് കുറച്ച് ഗുണ്ടകൾ പാഞ്ഞെടുക്കുന്നു. വിക്രം ഇത് കാണുന്നില്ല, എന്നാൽ സുഡർ ഇത് കാണുന്നുണ്ട്. ഇത് കണ്ടതും മോളാകെ പേടിക്കുന്നു. എന്നിട്ട് അങ്കിൾ അങ്കിൾ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. ആദ്യമൊന്നും വിക്രം കേൾക്കുന്നില്ല. വീണ്ടും സുഡർ അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് വിക്രം മോളെ നോക്കുന്നുണ്ട്. അങ്കിൾ അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു സുണ്ടർ വടിവാളുമായി വിക്രമിന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ഗുണ്ടയുടെ അടുത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. വിക്രം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വാളുകൊണ്ട് അവൻ അങ്ങ് വീശുവാണ്. പെട്ടെന്ന് വിക്രം അങ്ങ് താഴുന്നുണ്ട്. പിന്നീട് അവിടെ ഒരു ഉഗ്രൻ അടി തന്നെയാണ് നടക്കുന്നത്, ഗുണ്ടകളും വിക്രമും കൂട്ടരും തമ്മിൽ. വിക്രം ഗുണ്ടകളെ എല്ലാം അടിച്ചൊതുക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു വാള് കുട്ടിയുടെ സുഡറിന്റെ കയ്യിലേക്ക് തട്ടുന്നു. കുഞ്ഞ് പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു. ഇത് കണ്ടതും വിക്രം ആകെ പേടിക്കുന്നു. മോളെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് വേഗം തന്നെ വിക്രം മോളുടെ അടുത്തേക്ക് ഓടി വരുന്നു. മോളെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ മോളിൽ കണ്ണ് തുറക്കുന്നില്ല. മോളും വിക്രമും അറിയാതെയാണെങ്കിലും ആദ്യമായി ആണ് കണ്ടുമുട്ടുന്നത്. വിക്രമിന് അറിയത്തില്ല തൻ്റെ സ്വന്തം മകളാണ് ഈ നിൽക്കുന്നതെന്ന്. ബോധം കെട്ട് കിടക്കുന്ന സുഡറിനെ വിക്രം പെട്ടെന്ന് തൻ്റെ കൈകളിൽ കോരിയെടുത്ത് വേഗം വണ്ടിയുടെ അടുത്തേക്ക് ഓടുന്നു. പെട്ടെന്ന് തന്നെ കൂട്ടുകാരെയും കൂട്ടി വിക്രം ആ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. എമർജൻസി വിഭാഗത്തിലേക്ക് പെട്ടെന്ന് മോളെ കൊണ്ടുപോകുന്നു. ഡോക്ടേഴ്സ് ഇപ്പോൾ അവരോട് പുറത്ത് നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ വിക്രമിന് ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല എന്നില്ലാത്ത ഒരു അവസ്ഥയിലാണ് വിക്രം നിൽക്കുന്നത്. വിക്രം ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇടയ്ക്ക് രാജേട്ടനോട് ചോദിക്കുന്നുണ്ട്, രാജേട്ടാ മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? മോള് ബോധം കെട്ട് വീണില്ലേ? എനിക്കാകെ ടെൻഷൻ ആവുന്നു. ഇത് കേട്ട് രാജേട്ടൻ പറയുന്നുണ്ട്, ഇല്ല, മോളുടെ കളിയിൽ ചെറിയൊരു മുറിവേ ഉള്ളൂ വിക്രം, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞ് രാജേട്ടൻ വിക്രമിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും മോളുടെ വിജിയമ്മ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും അകത്ത് നിന്ന് സിസ്റ്റർ മോളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിജി ഞാനുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. വിക്രം ഡോക്ടറുടെ അടുത്തേക്ക് പെട്ടെന്ന് ചെല്ലുന്നുണ്ട്. ആകാംക്ഷയോട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഞാൻ ആകെ പേടിച്ചു പോയി. മോള് പെട്ടെന്ന് ബോധം കെട്ട് വീണു. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? മോൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടതും വളരെ സമാധാനത്തോടെ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, മോൾക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയ ഒരു മുറിവ്. മോള് ബോധം കെട്ട് വീണത് പേടി കൊണ്ടാണ്. രക്തം കണ്ടത് മോളാകെ പേടിച്ച് കാണും, അല്ലാതെ മോൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കയ്യിലെ മുറിവ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മോളെയും കൊണ്ട് പുറത്തേക്ക് പോവാമെന്ന് പറയുന്നു. എന്നാൽ വിക്രം വീണ്ടും ചോദിക്കുന്നുണ്ട്, മോള് ബോധം കെട്ട് വീണതല്ലേ ഡോക്ടർ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, ഒരു കുഴപ്പവുമില്ല, മോളെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കൊണ്ടുപോവാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോഴേക്കും സുഡറിനെ കൊണ്ട് വിജി അകത്തു നിന്നും വരുന്നുണ്ട്. സുഡറിനെ കണ്ടതും താഴെ മുട്ടുകുത്തി നിന്നുകൊണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഉടനെ സുഡർ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് വേദനിക്കുന്നില്ല. നീ ഉള്ളത് കൊണ്ടാ മോളെ ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. താങ്ക്സ് എന്ന് പറയുന്നു വിക്രം. ഇത് കേട്ടതും സുഡർ പറയുന്നുണ്ട്, അതെന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത്? ഈ ജീവൻ എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് സുഡർ ചോദിക്കുന്നു. ഉടനെ തന്നെ വിക്രം പുഞ്ചിരിയോടെ തൻ്റെ നെഞ്ചിനോട് ചേർത്ത് തൻ്റെ കൈകൾ ചേർത്ത് വെച്ച്, ഇതാ ഇവിടെയാണ് എൻ്റെ ജീവൻ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും സുഡർ ചോദിക്കുന്നുണ്ട്, അങ്കിളുടെ പേരെന്താ? എൻ്റെ പേര് വിക്രം എന്ന് പറയുന്നുണ്ട് വിക്രം മോളോടും ചോദിക്കുന്നുണ്ട്, മോളുടെ പേര്? എൻ്റെ പേര് സുഡർ. അവർ പരസ്പരം പരിചയപ്പെടുവാണ്, സ്വയം തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. മോള് വളരെ സന്തോഷത്തിലാണ്, വിക്രമും അതിലേറെ സന്തോഷത്തിലാണ്. വിജിയോട് പറയുന്നുണ്ട് വിക്രം, ഈ മോളെ കാണുന്ന സമയത്ത് ഞാൻ എനിക്കൊരുപാട് സന്തോഷം തോന്നുന്നു. എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും മോളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും എൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ മോളാണ്. അല്ലായിരുന്നു എങ്കിൽ ഈ സമയം എൻ്റെ ഡെഡ് ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട സമയമായിരുന്നു. മോളുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിക്രം വീണ്ടും വീണ്ടും വിജിയോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു നഴ്സ് വന്ന് എമർജൻസി വിഭാഗത്തിലേക്ക് വരുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും
ഓ പോസിറ്റീവ് ബ്ലഡ് ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വിക്രം എനിക്കുണ്ട് എന്ന് പറയുന്നു. എന്നാൽ വിക്രം മദ്യപിച്ചിട്ടുണ്ടെന്ന് നഴ്സ് പറയുന്നുണ്ട്. മദ്യപിച്ചവരിൽ നിന്നും ബ്ലഡ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതും വിക്രം ആകെ അപ്സെറ്റ് ആവുന്നു. മോളുടെ മുഖത്തേക്ക് നോക്കാൻ വിക്രമിന് കഴിയുന്നില്ല. മദ്യപിച്ചു എന്നുള്ളത് മോൾ അറിഞ്ഞല്ലോ എന്നുള്ളതാണ് വിക്രമിൻ്റെ സങ്കടം. അങ്ങനെ രാജേട്ടൻ പറയുന്നുണ്ട്, എന്നാൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അത് തന്നെയാണ്, ഞാൻ അത് ബ്ലഡ് തരാൻ വേണ്ടി വരാം നിങ്ങളോടൊപ്പം എന്ന് പറയുന്നു. നിങ്ങളും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മദ്യപിച്ചതാ, അതിന് കുഴപ്പമുണ്ടോ സിസ്റ്ററെ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് രാജേട്ടനെ. അങ്ങനെ വിക്രം ഒരു ചമ്മലോടുകൂടി വളരെ വിഷമത്തോടുകൂടി മോളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ സുഡർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അങ്കിൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല എന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പോഴേക്കും വിജി പറയുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ചെന്നോളൂ, എന്തായാലും ഞങ്ങൾ പോട്ടെ, വണ്ടി അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ കാറുണ്ട്, ഞാൻ കൊണ്ടു ചെന്ന് വിടാം എന്ന് പറയുമ്പോൾ, ഇല്ല, വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ വണ്ടിയിലാണ് വന്നത്, മോളെയും കൊണ്ട് പോട്ടെ എന്ന് പറയുന്നു. ഉടനെ സുഡർ ശരി അങ്കിൾ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വിക്രമിനോട് യാത്ര പറഞ്ഞ് വിക്രമിന് കൈ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് വിക്രമിനെ വീണ്ടും സുഡർ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പോകുന്നത്. വിക്രമൻ ചിരിക്കുന്നുണ്ട്. വിക്രം വീട്ടിലെത്തി കുളിയെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴേക്കും കൺമണി ആകെ ടെൻഷനായിട്ട് ഇരിക്കുന്നുണ്ട്. കൺമണി വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, വിക്രം, എത്ര വലിയ ആപത്തു നിന്നാണ് വിക്രം രക്ഷപ്പെട്ടതെന്ന് അറിയാമോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഗ്രാമത്തിലുള്ള നിന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ ചെന്ന് നിൽക്കാൻ ഒരു 10 ദിവസത്തേക്ക് മാറി നിൽക്ക് വിക്രം. എന്തായാലും നിനക്ക് വലിയ ആപത്തെന്തോ വരാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഞാൻ എത്ര വിഷമിച്ചാണ് നിൽക്കുന്നതെന്ന് നിനക്കറിയാവോ? നിനക്കെന്താ ഒരു ടെൻഷനും ഇല്ലല്ലോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് എന്ന് പറയുന്നു. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ദേ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നെക്കൊണ്ടൊന്നും എവിടെയും പോയി ഒളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ആപത്തെന്ന് പറയുന്നത് ഏത് നിമിഷം എവിടെയും വെച്ച് വരാം. 10 ദിവസത്തേക്ക് ഞാൻ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി ഇരുന്നാൽ, അച്ചമ്മയുടെ വീട്ടിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ ആപത്തെല്ലാം തീരുമോ? അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് ഈ നാട്ടിലെത്തിയാൽ വീണ്ടും ഈ ഗുണ്ടകൾ എൻ്റെ പിറകെ വരും. അപ്പോഴെല്ലാം എനിക്ക് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. നീ എന്താ കൺമണി ഈ പറയുന്നത്? നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ എന്ന് പറയുമ്പോൾ കൺമണി വീണ്ടും പറയുന്നുണ്ട്, വിക്രം, പേടികൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. കൺമണി, ആദ്യം എൻ്റെ മേൽ കൈവച്ചത് ആരാണെന്ന് എനിക്കറിയണം. രാജേട്ടാ, അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, അന്വേഷിക്കാനുള്ള ആളെ ആക്കിയിട്ടുണ്ട് വിക്രം, പെട്ടെന്ന് തന്നെ അറിയും. ഇത് കേട്ടതും കൺമണി പറയുന്നുണ്ട്, വിക്രം, നിന്നെ ആക്രമിച്ചത് ആരാണെന്ന് നിനക്കറിയത്തില്ലേ? പത്രത്തിൽ പബ്ലിക്കായി നിന്നെ ആക്രമിക്കും, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് വേദയല്ലേ? വേദയായിരിക്കും നിന്നെ കൊല്ലാനായി ഗുണ്ടകളെ വിട്ടത്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഏയ് ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല. അതും ഇത്രയും തരം താഴ്ന്ന ഒരു പ്രവൃത്തി വേദ ഒരിക്കലും ചെയ്യത്തില്ല. ഓ, അവളെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ? അവൾ അത്ര നല്ല വ്യക്തിയാണെന്നാണോ നീ പറയുന്നതെന്ന് കൺമണി ചോദിക്കുന്നുണ്ട്. ഉടനെ വിക്രം പറയുന്നു, ഇല്ല, അവൾ അത്ര നല്ലവളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്രയും തരം താഴ്ന്ന ഒരു പ്രവൃത്തി അവൾ ഒരിക്കലും ചെയ്യത്തില്ല. അവളുടെ കയ്യിൽ അധികാരമുണ്ട്, പോലീസുകാരുണ്ട്, റിവോൾവർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് എന്നെ ആക്രമിക്കാം, എന്നെ കീഴ്പ്പെടുത്താം. പക്ഷേ ഇങ്ങനെ തരം താഴ്ന്ന ഒരു വഴിയിലൂടെ ഗുണ്ടകളെ വിട്ട് എന്നെ ആക്രമിക്കേണ്ട ഒരു കാര്യവും അവൾക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേദയുടെ വലം കൈയല്ലേ ആ കപിലൻ പോലീസുകാരൻ? ചിലപ്പോൾ അദ്ദേഹം ചെയ്തതായിരിക്കും ഇത്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, കൺമണി, നീ വായിൽ തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാതെ. അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ആരാണിത് ചെയ്തത്, ഇതിന് പിറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള വഴികളെല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കെ. ഇത് കേട്ടതും കൺമണി പുലമ്പുന്നുണ്ട്. എന്തായാലും ഈ എല്ലാ ടെൻഷനോടും കൂടി ഞാനിവിടെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഒരാളുണ്ടെന്ന് നീ വിചാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നു. പെട്ടെന്നും വിക്രം ആകെ ഇമോഷണൽ ആവുന്നു. രാജേട്ടനോട് ചോദിക്കുന്നുണ്ട്, രാജേട്ടാ, ആ മോളുണ്ടല്ലോ, ആ മോള് ഏതാ? പെട്ടെന്ന് ആ മോളെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരുമാതിരി ഒരു ഇമോഷൻ, എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ മോള് ഏതാണ്? ആ മോളെന്ന് എനിക്ക് അറിയണം രാജേട്ടൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ കൺമണി ചോദിക്കുന്നുണ്ട്, ഏത് മോളുടെ കാര്യമാണ് വിക്രമി പറയുന്നത്? അത് കൺമണി, വിക്രമിനെ രക്ഷിച്ചില്ലേ? വിക്രമിനെ ആക്രമിക്കാനായി ഗുണ്ടകൾ ഓടി വരുന്ന സമയത്ത് ആ കൂവി വിളിച്ചുകൊണ്ട്
വിക്രമിനെ രക്ഷിച്ചത് അറിയിച്ചത് ആ മോളാണ്. ആ മോളുടെ കാര്യമാണ് വിക്രം പറയുന്നത്. വിക്രം രാജേട്ടനോട് പറയുന്നുണ്ട്, രാജേട്ടാ, ആ മോള് ബോധം കെട്ട് കിടന്ന നിമിഷം ഞാൻ വാരിയെടുത്തില്ലേ, ആ നിമിഷം എൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ കോരിത്തെരിച്ച് ആകെ ഒരു മാതിരിയായിപ്പോയി ഞാൻ. എന്താണെന്നറിയത്തില്ല, ആ മോളെ എൻ്റെ കയ്യിലെടുത്തതും എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഫീലുണ്ടായി രാജേട്ടാ. വിക്രം ആകെ പെട്ടെന്ന് സങ്കടം വരുന്നു വിക്രമിന്. തറയിലിരിക്കുകയാണ് വിക്രം. എന്നിട്ട് രാജേട്ടനോട് ചോദിക്കുന്നുണ്ട്, രാജേട്ടാ, എൻ്റെ മോള് ജനിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ മോളുടെ പ്രായമുണ്ടായിരിക്കുമല്ലേ? എൻ്റെ മോളെ അച്ഛ എന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ ഇപ്പോൾ? ഇല്ല, എൻ്റെ മോള് പോയില്ലേ. എൻ്റെ മുഖമൊന്ന് കാണാൻ കഴിയാതെ, ഈ ലോകമൊന്ന് കാണാൻ കഴിയാതെ എൻ്റെ മോള് പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ആകെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. വിക്രമിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. പെട്ടെന്ന് അനിയൻകുട്ടൻ വിക്രമിൻ്റെ ഈ അവസ്ഥ കണ്ട് ഒരു ബോട്ടിലെടുത്ത് വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കുവാണ്, ഒരു മദ്യക്കുപ്പി എടുത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രമേട്ടാ, ഇത് കഴിക്ക്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് വേണ്ട അനിയൻകുട്ട. ആ മോളുടെ മുഖം ഓർക്കുന്ന സമയത്ത് ഈ മദ്യം പോലും വേണ്ട എനിക്ക്. ഞാൻ അത്ര സന്തോഷത്തിലാണ്. ആ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് എന്തോ എന്നും ഇല്ലാത്തൊരു സന്തോഷം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. മോളുടെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ ഈ മദ്യത്തിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. പെട്ടെന്ന് കൺമണി രാജേട്ടനോട് പറയുന്നുണ്ട്, രാജേട്ടാ, ആ കുഞ്ഞ് ആരാണെന്ന് അന്വേഷിച്ചറിയണം. എന്നിട്ട് എനിക്കും ആ കുഞ്ഞിനോട് താങ്ക്സ് പറയണം, വിക്രമിൻ്റെ ജീവൻ തിരിച്ചു തന്നതിന്. ആ ശരി കൺമണി, ഞാൻ അന്വേഷിക്കാം, നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, എനിക്ക് ആദ്യം ജന്മം തന്നത് എൻ്റെ അമ്മയായിരിക്കും, പക്ഷേ രണ്ടാമത് എനിക്ക് ജന്മം തന്നത് ആ സുഡർമോളാണ്. പക്ഷേ ആ കുഞ്ഞിനോട് ഞാൻ എങ്ങനെ താങ്ക്സ് പറയും, അതിനെങ്ങനെ നന്ദി പറയും?